നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം അവശേഷിക്കുന്ന ജോലികൾ വ്യാഴാഴ്ച തുടങ്ങാൻ തീരുമാനിച്ചു. NK അക്ബർ MLA അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് അന്വേഷണം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ടാറ്റോ സുമോ ഇലക്ട്രിക് പോസ്റ്റിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ച അപകടം. സംഭവം കുന്നംകുളം നഗരസഭ ലൈബ്രറി ഹാളിന് സമീപത്തുള്ള റോഡിൽ. ആക്സിലേറ്ററിൽ ചെരുപ്പ് കുടുങ്ങിയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ഡ്രൈവർ. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർത്തോമ നസ്രാണി എക്യൂമെനിക്കൽ സംഗമം സംഘടിപ്പിക്കുന്നു. സംഗമം ഡിസംബർ 17 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന ജോലികൾ വ്യാഴാഴ്ച തുടങ്ങാൻ തീരുമാനിച്ചു. NK അക്ബർ MLA അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. കാനനിർമ്മാണവും സൗന്ദര്യവൽക്കരണ ജോലികളുമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. സൗന്ദര്യവൽക്കരണം തുടങ്ങുന്ന മുറയ്ക്ക് പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്ന നാടോടികളെ മാറ്റിപ്പാർപ്പിക്കും. പാലത്തിന് താഴെ ടൈൽ വിരിക്കുന്ന ജോലികൾ പൂർത്തിയായാൽ നഗരസഭയുടെ ഓപ്പൺ ജിമ്മിനുള്ള പണികൾ തുടങ്ങും. റെയിൽവേ പാളത്തിന് ഇരുഭാഗത്തും പാലത്തിന് മുകളിലേക്ക് ഗോവണി സ്ഥാപിക്കും. പാലത്തിന് മുകളിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനവും ഒരുക്കും. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി മേൽപ്പാലത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ വാഹന പാർക്കിംഗിന് നിരോധനം ഏർപ്പെടുത്തും. തിരുവെങ്കിടം ഹൌസിംഗ് ബോർഡ് റോഡ്, കർണംകോട്ട് ബസാർ റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇടതുവശത്തേക്ക് മാത്രം പ്രവേശനം അനുവദിക്കും. സർവീസ് റോഡുകളിലും ഇത് കർശനമാക്കും. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ടെമ്പിൾ പോലീസിനെ ചുമതലപ്പെടുത്തി. തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണ ചെലവ് പൂർണ്ണമായും റെയിൽവേ വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് കേരയിൽ MD അറിയിച്ചതായി MLA പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ടെമ്പിൾ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണൻ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. എളവള്ളി ജലനിധിയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് നടക്കുന്നതെന്ന് കാണിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് CJ സ്റ്റാൻലിയെ തൃശൂർ വിജിലൻസ് ഓഫീസിൽ വിളിച്ചുവരുത്തി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. കൊട്ടേഷനിലെ തിരിമറികൾ, സാധന സാമഗ്രികൾ വാങ്ങുന്നതിലെ തിരിമറികൾ, ചിലവുകൾ പെരുപ്പിച്ചു കാണിക്കൽ, ഫിൽറ്ററുകൾ യഥാസമയം വൃത്തിയാക്കാത്തത് തുടങ്ങിയവയെ സംബന്ധിച്ച പരാതിയും രേഖകളുമാണ് പരാതിക്കാരൻ വിജിലൻസിന് കൈമാറിയത്. പരാതിക്കാരനായ എന്നെ തൃശ്ശൂരിലേക്ക് വിളിപ്പിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ എൻ്റെ കയ്യിലുള്ള ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ വിജിലൻസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എളവള്ളി ജലനിധി പദ്ധതി ഏകദേശം 8 വർഷമായിട്ടും ഇന്ന് വരെ ഒരു പ്രവർത്തനം വ്യക്തമായി അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഇതിനോടൊപ്പം തുടങ്ങിയിട്ടുള്ള നടത്തറ പഞ്ചായത്തിലെ ജലനിധി പദ്ധതി അവരുടെ ലാഭം കൊണ്ട് അവർ ഏകദേശം 80 ലക്ഷം രൂപയുടെ പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ ടാങ്കുകൾ പണിയുകയും പുതിയ ഓഫീസുകൾ ഉണ്ടാക്കുകയും പോലും ചെയ്തു. എന്നാൽ എളവള്ളി ജലനിധി പദ്ധതി ഇത്രയും കാലമായിട്ടും ഇന്നുവരെ അന്ന് സ്ഥാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച വൈവിധ്യമാർന്ന പരിപാടികളോടെ നാരായണീയ ദിനം ആഘോഷിക്കും. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിവസമാണ് ഗുരുവായൂർ ദേവസ്വം നാരായണീയ ദിനമായി ആഘോഷിക്കുന്നത്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ രാവിലെ 5 മുതൽ 1 മണിവരെയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 7 മുതലും സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടാകും. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മുതൽ നാരായണീയം ദേശീയ സെമിനാറും നടക്കും. കോഴിക്കോട് സർവകലാശാല സംസ്കൃത വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ P നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ VR മുരളീധരൻ, പ്രൊഫസർ ഡോക്ടർ NK സുന്ദരേശ്വരൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ ലക്ഷ്മി ശങ്കർ മോഡറേറ്ററാകും. വൈകിട്ട് 5 മണിക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ K മുത്തുലക്ഷ്മി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയാകും. നാരായണീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേവസ്വം നടത്തിയ അക്ഷരശ്ലോക ദശക പാഠമത്സര വിജയികൾക്കുള്ള സമ്മാനം ചടങ്ങിൽ വിതരണം ചെയ്യും. CCTV ന്യൂസ്, ഗുരുവായൂർ.
കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഇലക്ട്രിക് പോസ്റ്റിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. നഗരസഭാ ലൈബ്രറി ഹാളിന് സമീപത്ത് ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കെഎസ്ഇബിക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ബിഗ് ബസാർ ഓഫീസിൽ നിന്നും ജീവനക്കാരുമായി പുറപ്പെട്ട വാഹനത്തിന് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ലൈബ്രറിയോട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റിലും തുടർന്ന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷകളിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റിന്റെ അടിഭാഗം പൊട്ടി വാഹനത്തിന്റെ മുകളിലേക്ക് വീണു. 2 ഓട്ടോറിക്ഷകൾക്കും കെഎസ്ഇബിക്ക് വേണ്ടി സർവീസ് നടത്തുന്ന വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്സിലേറ്ററിൽ ചെരുപ്പ് കുടുങ്ങിയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ഡ്രൈവർ പറഞ്ഞു. 40 വർഷങ്ങൾക്ക് മുൻപ് പുന്നേർകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാലാപ്പാട്ട് റോഡിൽ നിർമ്മിച്ചിരുന്ന റോഡിന്റെ സുരക്ഷാ ഭിത്തി സ്വകാര്യ വ്യക്തി അനധികൃതമായി കയ്യേറ്റം നടത്തിയതായി വാർഡ് മെമ്പർ അടക്കമുള്ള പ്രദേശവാസികളുടെ പരാതി. പ്രദേശവാസി കൂടിയായ കെ.ബി. സുകുമാരനെതിരെയാണ് മാസ് പെറ്റീഷൻ തയ്യാറാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. നാലാപ്പാട്ട് റോഡിൽ രാമരാജ സ്കൂളിന് തെക്കുഭാഗം നാലാപ്പാട് പാടത്തിന്റെ വലതുവശത്താണ് 1980-ൽ വിനോദിനിയമ്മ മെമ്പറായിരിക്കുന്ന കാലത്ത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മാമുക്കയുടെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. ഈ ഭിത്തിയാണ് കെ.ബി. സുകുമാരൻ എന്ന വ്യക്തി പൊളിച്ചു നീക്കി സമീപമുള്ള തണ്ണീർത്തടത്തിലേക്ക് ചേർത്തത് എന്നാണ് ഇവരുടെ പരാതി. ഇതിനാൽ റോഡിന്റെ സംരക്ഷണം നശിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ അടക്കമുള്ള പ്രദേശവാസികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ ഉണ്ടായതായും ഇവർ ആരോപിക്കുന്നു. സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികളായ 55ഓളം പേർ ഒപ്പിട്ട പരാതി സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. പുന്നയൂർ വടക്കേക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത്. നിരവധി വാഹനങ്ങൾ ദിവസേന യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിളായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പല വണ്ടികളും നമ്മളെ തൊട്ടുരുമ്പിയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു അപകടകരമായിട്ടുള്ള ഈ യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ട് പുന്നൂർക്കം പഞ്ചായത്തിൻ്റെ അധികൃതർ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഭിത്തികൾ ഞങ്ങൾക്ക് സംരക്ഷണം വെച്ചാൽ ഞങ്ങളുടെ മക്കളൊക്കെ ഇതിൽ കൂടെ പോകുന്നതാണ്. ഞങ്ങൾക്ക് വണ്ടിയും പോകണോ ഇതും പോകണം. ഇത് എന്ത് സംഭവിച്ചിട്ട് ഇയാൾ ചെയ്യുന്നത് കൽപ്പിച്ചിട്ട് ജനങ്ങൾ ദ്രോഹിക്കുകയാണ്. അയാൾ വേറെ ചില ചെയ്യണത്. അയാൾക്ക് ഈ ഭിത്തി കണ്ട ഇക്കണ്ട ഈ സ്ഥലങ്ങളിലൊക്കെ ഭിത്തികളൊക്കെ പോയതെന്താ അയാൾ കൊത്തിയിട്ട് കൊല്ലം തോറും അയാൾ മേടിച്ച് അന്നും ഒരു കൊത്തി പൊളിക്കാനാണ് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഭിത്തികൾ. ഈ ഭിത്തികൾ കൊത്തി പൊളിക്കണത് അയാൾക്ക് വേറെ സ്ഥലങ്ങളിൽ കൊത്തി പൊളിക്കാം. അത് അയാൾക്ക് വേണ്ട, ഇതൊന്നും വേണം. അയാൾക്ക് 2 വേണം, എനിക്കൊരു 3 സെന്റ് അയാൾക്ക് കൊടുക്കുക. പണ്ട് വിനോദിനമുള്ള മെമ്പറായിരിക്കുന്ന സമയത്ത് കെട്ടിയിലാണത്. ഇത് നമുക്ക് കെട്ടിത്തരണം. കാരണം സ്കൂൾ കുട്ടികൾ കണ്ടമാനം പോകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് നമ്മൾ വൈരാഗ്യം കൊണ്ടോ മറ്റുള്ളത് കൊണ്ടല്ല ഈ അതേസമയം പൊതുമുതൽ താൻ നശിപ്പിച്ചിട്ടില്ല എന്നും പ്രദേശത്ത് കലുങ്ക് നിർമ്മിക്കുവാൻ പുനർനിർമ്മിച്ചു തരാം എന്ന തന്റെ അനുവാദത്തോടുകൂടി പുന്നേർകുളം പഞ്ചായത്ത് അധികൃതരാണ് 15 അടിയോളം വരുന്ന സ്ഥലത്തെ തന്റെ മതിൽ കഴിഞ്ഞ വർഷത്തിൽ പൊളിച്ചു മാറ്റിയതെന്ന് ആരോപണ വിധേയനായ സുകുമാരൻ പറഞ്ഞു. പിന്നീട് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായതെന്നും കമലാസുരയ്യ സാഹിത്യ അക്കാദമി സമുച്ചയത്തിന് 2009-ൽ 13 സെന്റ് സ്ഥലം സൌജന്യമായി നൽകുകയും രജിസ്ട്രേഷൻ ഫീസും നൽകിയ തനിക്ക് ആരുടെയും സ്ഥലം വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ സൌജന്യമായി സ്ഥലം വിട്ടുനൽകാൻ തയ്യാറാണെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്നെ കരിവാരി തേക്കുവാനുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ആരോപണമെന്നും സുകുമാരൻ കൂട്ടിച്ചേർത്തു. സിസിടിവി ന്യൂസ് പുന്നയൂർകുളം. കടങ്ങോട് പഞ്ചായത്ത് മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വളർത്തുകോഴി വിതരണത്തിൽ ക്രമക്കേടെന്ന് പരാതി. മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത് അനാസ്ഥയോടെയാണെന്നും മൃഗഡോക്ടർ ഉത്തരവാദിത്വമില്ലാതെയാണ് പെരുമാറുന്നതെന്നും ബിജെപി ആരോപിച്ചു. ഗ്രാമസഭ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് വിതരണത്തിനായി കൊണ്ടുവന്ന കോഴികൾ മൃഗാശുപത്രിക്കകത്ത് ഡോക്ടറുടെ മൌന സമ്മതത്തോടെ അമിത വില ഈടാക്കി സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ നടപടി ബിജെപിയുടെ വാർഡ് മെമ്പർമാരായ അഭിലാഷും ധനീഷും ചോദ്യം ചെയ്തത് വാക്കേറ്റത്തിനിടയാക്കി. മൃഗാശുപത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് അടച്ചുപൂട്ടി പോകുന്നത് പതിവാണെന്നും ചികിത്സ കിട്ടാതെ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന സാഹചര്യങ്ങളുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ നിന്നും ചികിത്സ തേടിയ ആടുകൾ 2 ദിവസത്തിനുള്ളിൽ ചത്തതിനെക്കുറിച്ച് അന്വേഷിച്ച ഉടമസ്ഥനോട് അപമര്യാദയായി ഡോക്ടർ പെരുമാറിയെന്നും പരാതിയുണ്ട്. വെറുതെ വന്നിട്ട് ഈ ചെറുപാട് ഉരിഞ്ഞു കൊടുക്കണം, ഉരിഞ്ഞു എറിയാൻ പറ്റില്ലല്ലോ. അത് ചെയ്തിട്ടൊന്നുമില്ല. വേറെന്നവർക്ക് 5 കോഴി നിങ്ങൾ വരുമ്പോൾ കണ്ടല്ലോ 5 കോഴി പറഞ്ഞിട്ട് ഇവിടെ വണ്ടിയുടെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോലെയാണ്. ഈ കോഴി ചത്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടാ? ഇതൊന്നും ഇവര് ചിന്തിക്കണില്ല. ഉത്തരവാദിത്തം
പഞ്ചായത്തിന്റെ മൃഗാശുപത്രിയിൽ നടന്ന ഒരു ക്രമക്കേടാണ് ഇന്നിവിടെ പിടിക്കപ്പെട്ടത്. കാരണം ഗുണഭോക്താക്കൾക്കുള്ള കോഴികൾ വിതരണം ചെയ്യുന്ന സമയത്ത് മൃഗാശുപത്രിയിൽ വെച്ച് തന്നെ മറ്റ് അധിക വിലയ്ക്ക് കോഴീനെ ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിരന്തരമായിട്ട് ഈ മൃഗാശുപത്രിയിൽ ഇത്തരം ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഞങ്ങൾ ഓരോ അന്വേഷണങ്ങൾ നടത്താറുണ്ട്. ഇവിടെ പ്രവൃത്തി സമയമല്ലാതെ ഒരു ഉച്ച 12 മണി 12:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് എല്ലാവരും പൂട്ടി ഈ ഡോറും ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് സ്ഥാപനം അടച്ചുപൂട്ടി പുറത്തേക്ക് പോകുന്ന സംവിധാനം വരെ ഉണ്ട് ഇവിടെ. ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്ത് അധികൃതർക്ക് യാതൊരു നോട്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൃഗാശുപത്രി. ഒരു 8 മാസക്കാലം ഇവിടെ ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഒരു മുഴുവൻ പ്രശ്നങ്ങളും ഇപ്പോൾ ഈ മൃഗാശുപത്രിയിലുണ്ട്. ഇപ്പോഴും കൃത്യസമയത്തോടെ എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഡിസംബർ 17 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മാർത്തോമ നസ്രാണി എക്യുമെനിക്കൽ സംഗമം നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർത്തോമ സ്ലീഹായുടെ അപ്പസ്തോലിക്ക പൈതൃകത്തിൽ രൂപം കൊണ്ട നസ്രാണി സഭകൾ എന്നറിയപ്പെട്ടിരുന്ന സീറോ മലബാർ കത്തോലിക്ക സഭ, പൌരസ്ത്യ കൽദായ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ പങ്കെടുക്കുന്ന മഹാസഭ ഐക്യപ്രസ്ഥാനത്തിന് ആഴമേറിയ വേദിയൊരുക്കുകയാണ് ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കുന്ന സംഗമം സീറോ മലബാർ കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, പൌരസ്ത്യ കൽദായ സുറിയാനി സഭ മേലധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പൊലീത്ത, സീറോ മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപത മെത്രാൻ യൂഹന്നാൻ മാർ തെയോഡോ, മലങ്കര മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തിത്തോസ് എപ്പിസ്കോപ്പ എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്യും. സഭാ ഐക്യപ്രസ്ഥാനത്തിന് ആഴമേറിയ വേദി ഒരുക്കുകയാണ് ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത ഭരണക്രമത്തിലും ആരാധനാക്രമത്തിലും സ്ഥാപിതമായി മാറിപ്പോയ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മാർത്തോമ നസ്രാണി മക്കൾ ഒരുമിച്ച് കൂടി കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുകയും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തമായി നേതൃത്വം നൽകിയിരുന്ന ആദ്യ ലോക നസ്രാണി കൂട്ടായ്മ വളർത്തിയെടുക്കുകയും പരിപോഷിപ്പിക്കുകയുമാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കും. ഉച്ചതിരിഞ്ഞ് 4 കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ രൂപീകരണവും സെമിനാറും നടക്കും. വൈകിട്ട് 6 പിതാക്കന്മാർക്ക് വാദ്യമേളത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെ സ്വീകരണം നൽകും. വിവിധ സഭകളിലെ വൈദികർ, ആത്മീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ചെയർമാൻ ഫാദർ ജോഷി ആളൂർ, വൈസ് ചെയർമാൻമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, MP ഫ്രാൻസിസ്, ജനറൽ കൺവീനർ KC ഡേവിസ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മാത്യൂസ് M രാജൻ, ഫൈനാൻസ് കൺവീനർ സിജോ കൊള്ളന്നൂർ, പബ്ലിസിറ്റി കൺവീനർ P ബിജു ജോർജ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മാർത്തോമ സഭയുടെ എപ്പിസ്കോപ്പമാർ ആർത്താറ്റ് മാർത്തോമ പള്ളിയിൽ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. മാർത്തോമ സഭയുടെ അഭിനവ സക്കറിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെവാഫീം എന്നിവരാണ് ആർത്താറ്റ് മാർത്തോമ പള്ളി സന്ദർശിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തിയത്. ഇടവക വികാരി ഫാദർ PP കുരുവിള, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ 12 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രസിദ്ധമായ തിരുവാതിര മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതീദേവിക്ക് ചാർത്താനുള്ള പട്ടും താലിയും തിരുവാഭരണങ്ങളും ക്ഷേത്രം ഊരാളന്റെ ഇല്ലത്ത് നിന്ന് എഴുന്നള്ളിച്ച് ശനിയാഴ്ച രാവിലെ 7 ചൊവ്വലൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തും. തുടർന്ന് നാമജപത്തിന്റെയും മംഗളവാദ്യത്തിന്റെയും അകമ്പടിയോടെ ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്ത് പട്ടും താലിയും പാർവതീദേവിയുടെ തിരുനടയിൽ സമർപ്പിക്കും. തുടർന്ന് തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പട്ടും താലിയും ചാർത്തൽ ചടങ്ങിന് തുടക്കം കുറിക്കും. 12 ദിവസവും ഭക്തർക്ക് വഴിപാടായി പട്ടും താലിയും ചാർത്താം.
ഉമാമഹേശ്വരന്മാർക്ക് മംഗല്യപൂജയും നടത്താം. ദിവസവും വിശേഷാൽ അഭിഷേകം, അർച്ചന, വേദജപം, വേളിയോത്ത്, പുരാണപാരായണം, ബ്രാഹ്മിണിപ്പാട്ട്, നിറമാല, ചുറ്റുവിളക്ക്, കൈക്കുട്ടിക്കളി, നൃത്തം, വാദ്യവിശേഷങ്ങൾ, പ്രഭാഷണം, 4 നേരം അന്നദാനവും ഉണ്ടാകും. തിരുവാതിര ദിവസമായ 27-ന് സമാപിക്കും. തിരുവാതിര ദിവസം മംഗളാതിര, പാതിരാപ്പൂ ചൂടൽ, തിരുവാതിരക്കളി, ഘോഷയാത്ര എന്നിവയും ഉണ്ടാകും. ക്ഷേത്ര ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, സജീഷ് കുന്നത്തുള്ളി, K ഉണ്ണികൃഷ്ണൻ, E പ്രഭാകരൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. പുന്നയൂർ അകലാട് ഒറ്റയിനി ബീച്ചിൽ ഷെഡ് കെട്ടി പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന 5 പേരെ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘത്തിലെ അംഗങ്ങൾ പിടികൂടി. വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ബീച്ചിൽ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് ഷെഡ് കെട്ടി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചീട്ടുകളി നടക്കുന്നുവെന്ന് ജില്ലാ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 37 വയസ്സുള്ള പാലപ്പെട്ടി സ്വദേശി മുഹമ്മദ് അലി, മൂന്നൈനി സ്വദേശി അസീസ്, എടക്കഴിയൂർ സ്വദേശി അഫ്നാസ്, ചാവക്കാട് സ്വദേശി റിയാസ്, പെരുവല്ലൂർ സ്വദേശി രമേശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത സംഘത്തെയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത 3810 രൂപയും ടാർപോളിൻ ഷീറ്റ്, കാർ, ബൈക്കുകൾ എന്നിവ സഹിതം വടക്കേക്കാട് SI യൂസഫിന് അന്വേഷണം കൈമാറി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടു. കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബുഷറ ലത്തീഫ്, മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, കൌൺസിലർ മഞ്ജു, കൌൺസിലറും മുൻ ചെയർമാനുമായ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിധു ഗംഗാധരൻ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ് ഹെൽത്ത് സൂപ്പർവൈസർ മുരളീധരൻ കാൻ തൃശൂർ പദ്ധതി വിശദീകരിച്ചു. മാനസികാരോഗ്യത്തെക്കുറിച്ച് സൈക്കോളജിസ്റ്റ് കാർത്തിക ക്ലാസ് എടുത്തു. ക്യാൻസർ എന്ന അസുഖം നേരത്തെ കണ്ടെത്തുക, പൊതുസമൂഹത്തിന് കൃത്യമായ ബോധവൽക്കരണം നൽകുക, അസുഖം മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാൻ തൃശൂർ പദ്ധതി നടപ്പിലാക്കുന്നത്. യോഗത്തിൽ ജനപ്രതിനിധികൾ, ആശാ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ വീണ്ടും അടയ്ക്ക മോഷണം. പഴഞ്ഞി സെന്റ് മേരീസ് റോഡിൽ പുലിക്കോട്ടിൽ വീട്ടിൽ ക്ലിമിസ് P ഉദുപ്പിന്റെ വീട്ടുവളപ്പിൽ സൂക്ഷിച്ചിരുന്ന വിപണിയിൽ 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന അടക്കയാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. ഉണക്കാനിട്ടതടക്കം 15 ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന അടയ്ക്ക മോഷ്ടാക്കൾ കവർന്നു. കഴിഞ്ഞ ദിവസവും മേഖലയിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. അടയ്ക്ക വ്യാപകമായി സൂക്ഷിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തി കൃത്യമായ ആസൂത്രണത്തോടെയാണ് മോഷ്ടാക്കൾ എത്തുന്നത് എന്നാണ് സൂചന. മേഖലയിലെ അടയ്ക്ക കർഷകർ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു. കുന്നംകുളം നഗരസഭ 2023-24 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടത്തുന്ന സൗജന്യ വനിതാ തൊഴിൽ നൈപുണ്യ പദ്ധതിക്ക് തുടക്കമായി. 4 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സാണ് ഇറാം സ്കിൽ അക്കാദമിയുടെ സഹകരണത്തോടെ ആരംഭിച്ചത്. കുന്നംകുളം നഗരസഭാ പരിധിയിലെ വനിതകൾക്കാണ് പരിശീലനം. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, മെമ്പർ സെക്രട്ടറി ബിനോ, CDS ചെയർപേഴ്സൺ ഷിജി നികേഷ്, ഇറാം സ്കിൽസ് അക്കാദമി ജനറൽ മാനേജർ ഓസ്റ്റിൻ വാളൂർ, ഇറാം സ്കിൽസ് അക്കാദമി DGM VGC ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണിലും ജീവിതത്തിലും ഇരുട്ടുകയറിയ മോബീഷിന് വെളിച്ചമേകാൻ ഉദാരമതികളുടെ സഹായം അനിവാര്യം. കേച്ചേരി മത്തനങ്ങാടി സ്വദേശിയായ മുബീഷിന്റെ 2 കണ്ണുകളിലും ഇരുട്ട് കയറിയതോടെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതം പ്രതിസന്ധിയിലാണ്. കേച്ചേരി മത്തനങ്ങാടി സ്വദേശി മോബീഷിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് 7 മാസത്തോളമായി. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗത്തിന് യാതൊരുവിധ ശമനവും ഉണ്ടായില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടെ കടുത്ത തലവേദന കാരണം ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചുവരികയായിരുന്നു മോബീഷ്. തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് രക്തസമ്മർദ്ദം മൂലം തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി മനസ്സിലാക്കിയതും കണ്ണിലെ ഞരമ്പ് ദ്രവിച്ചു പോകുന്ന അത്യപൂർവ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞതും. തുടർന്ന് വെല്ലൂർ അരവിന്ദ് ആശുപത്രിയിലെ ചികിത്സയിലൂടെ ദ്രവിച്ചുപോയ ഞരമ്പ് പൂർവ്വസ്ഥിതിയിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് മോബീഷും കുടുംബവും. കണ്ണിൽ ഇരുട്ടുപരന്നതോടെ ജോലിക്ക് പോകാൻ കഴിയാതായതോടെ നിത്യച്ചെലവിന് പോലും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ കൈനീട്ടേണ്ട സാഹചര്യമാണ് മോബീഷിന്റെ കുടുംബത്തിനുള്ളത്.
വെല്ലൂരിലെ ചികിത്സ ഫലപ്രദമാകുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. വെല്ലൂരിലെ ചികിത്സയിലൂടെ ഞരമ്പുകൾ സാധാരണ രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ ആയുർവേദത്തിലൂടെ മാത്രമേ ഞരമ്പുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയൂ. അതിനും ഏകദേശം 2 കൊല്ലത്തോളം ചികിത്സ നടത്തേണ്ടി വരികയും 10 ലക്ഷത്തോളം രൂപ ചിലവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാര്യ ശ്രുതിയും 2 പിഞ്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മോബിഷ് കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനാൽ മോബിഷിനെയും 2 വയസ്സിനോടടുത്ത ഇളയ കുട്ടിയെയും തനിച്ചാക്കി ഭാര്യ ശ്രുതിക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. നാട്ടുകാരുടെയും ഉദാരമതികളുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ മോബിഷിന്റെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ നിത്യചെലവിനും സഹായമാകൂ എന്ന് മോബിഷിന്റെ ഭാര്യ ശ്രുതി പറഞ്ഞു. വീട്ടിലിപ്പോൾ ആളുടെ കൂട്ടിരിക്കണ കാരണം എനിക്കൊന്നിനും പറ്റണില്ല പോവാനായിട്ടും. മോൻ ചെറുതാണ്, മോനെ നോക്കണം, ഏട്ടൻ്റെ കാര്യം നോക്കണം. അപ്പം എനിക്കൊന്നിനും പോകാനായിട്ട് പറ്റിയിട്ടില്ല. ആൾ ഗൾഫിലായിരുന്നു, അവിടെ 4 മാസം നിന്നിട്ടുള്ളൂ. അപ്പോൾ തലവേദന കൊണ്ട് ആളിങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അമലയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കണ്ണിലേക്ക് ക്ഷതം വന്നു. അങ്ങനെ ഞരമ്പ് ദ്രവിച്ചു പോയി എന്നാണ് പറയുന്നത്. ആളിവിടെ നാട്ടിൽ പെയിൻറ് പണിക്ക് പോയിരുന്നതാണ്. പിന്നീടാണ് ഇങ്ങനെ കണ്ണിന് പെട്ടെന്ന് കാഴ്ച മങ്ങി മൊത്തം ഇല്ലാണ്ടാവുമായിരുന്നു. കുട്ടികളെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതിന് കുഞ്ഞു കുട്ടിയുള്ള കാരണം എനിക്കും പോകാൻ പറ്റണില്ല. അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി ആൾക്കാരുടെ സഹായം എന്തെങ്കിലും ലഭിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ശ്രീധരിയത്തിക്കോ എവിടെയാണെങ്കിൽ പോയി മാറി കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോലിക്ക് പോകാമെന്ന് വിചാരിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ദയനീയ അവസ്ഥയിലാണ് ഈ കുടുംബം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. മോബിഷിന്റെ ചികിത്സയ്ക്കായി കേച്ചേരി ഫെഡറൽ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. മനസ്സിൽ നന്മയുടെ ഉറവ പറ്റാത്ത സുമനസ്സുകൾ സഹായിച്ചാൽ മോബിഷിന് തന്റെ ആഗ്രഹപ്രകാരം പൊന്നുമക്കളുടെ മുഖം ഒന്നുകൂടി കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ കുടുംബം. എനിക്ക് എല്ലാ കുട്ടികളുടെ മുഖമൊക്കെ ഒന്ന് കാണണം നല്ല ആഗ്രഹമുണ്ട്. പല ചികിത്സയ്ക്ക് കുറേ പൈസ ആവുമെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് സഹായിച്ചാൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ള ജീവിതമൊക്കെ. കുറേ പൈസ ചിലവുണ്ട്, ഓപ്പറേഷനൊക്കെ ഉണ്ട് ചെയ്യാണ്ട്. പിന്നെ ആയുർവേദത്തിലായാലും എല്ലായിടത്തും പോയിട്ടും കുറേ മുടക്കിയതൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ള ചിലവിന് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിച്ചാലേ പറ്റുള്ളൂ. എല്ലാവരും സഹായിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. CCTV ന്യൂസ്, കേച്ചേരി. കടങ്ങോട് പഞ്ചായത്ത് 10ാം വാർഡിലെ അമൃത കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഫണ്ട് തിരിമറി നടത്തി അംഗങ്ങളെ വഞ്ചിച്ചുവെന്നാരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കുടുംബശ്രീ അംഗങ്ങൾ ലോൺ അടയ്ക്കാൻ നൽകിയ പണമാണ് 10ാം വാർഡ് CDS മെമ്പർ തിരിമറി നടത്തിയത്. ഇതിനെതിരായാണ് മഹിളാ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഷൈബുനിസ ഷറഫു, രജിത ഷാജി, കോൺഗ്രസ് നേതാക്കളായ PC ഗോപാലകൃഷ്ണൻ, MH നൌഷാദ്, OS വാസുദേവൻ, ആമിന സുലൈമാൻ, ജോളി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കും മെമ്പർ സെക്രട്ടറിക്കും പരാതി നൽകി. സമയോചിതമായ ഇടപെടൽ മൂലം വൻ തീപിടുത്തം ഒഴിവാക്കിയ പെരുമ്പിലാവിലെ പെട്രോൾ പമ്പ്, ബേക്കറി എന്നിവിടങ്ങളിലെ ജീവനക്കാരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പെരുമ്പിലാവ് സെന്ററിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീ പടർന്നത് നിമിഷനേരം കൊണ്ട് അണച്ച അൽഖയാം പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ MA സക്കീർ, കേരള ബേക്കറി ജീവനക്കാരനും വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമായ SK ജഹർ അലിയെയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടാലാത്ത ഇരുവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിദ്യമണി, സെക്രട്ടറി അഷ്റഫ് ടിക്ടാക്, ട്രഷറർ കബീർ ഫുഡ്ബുക്ക്, എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. പെട്രോൾ പമ്പിൽ സൂക്ഷിച്ചിരുന്ന തീ അണയ്ക്കാനുള്ള ഉപകരണം ഉപയോഗിച്ചായിരുന്നു സക്കീറിന്റെ രക്ഷാപ്രവർത്തനം. കഴിഞ്ഞ ദിവസം ജീവനക്കാർ ഹോട്ടൽ തുറന്ന സിലിണ്ടർ പ്രവർത്തിച്ചപ്പോഴായിരുന്നു അപകടം. പൊട്ടിത്തെറിയോടെ തീ പടർന്നത് സമീപത്തെ പമ്പിൽ ഇരുന്നു കണ്ട സക്കീറിനൊപ്പം ജഹർ അലിയും ഉപകരണവുമായി പാഞ്ഞെത്തുകയായിരുന്നു. സമയം വൈകിയിരുന്നെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് 2 സിലിണ്ടറിലും തീ പടരാൻ സാധ്യതയുണ്ടായിരുന്നു. വൻ അപകടത്തിനുള്ള സാധ്യതയാണ് ഇരുവരുടെയും ഇടപെടലിലൂടെ ഒഴിവായത്. സക്കീറിന്റെയും ജഹർ അലിയുടെയും പ്രവൃത്തിയെ നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
തൃശൂർ ജില്ലാ കലോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ 1ാം സ്ഥാനവും ഭരതനാട്യത്തിൽ 2ാം സ്ഥാനവും മോഹിനിയാട്ടത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി ഋതിക ജ്യോതിഷ്. പുളയ്ക്കൽ ജ്യോതിഷ് കുമാറിന്റെയും തൃപ്പുണിത്തറ RLB കോളേജ് ഗസ്റ്റ് ലെക്ചററും നാട്യപ്രവേശിക ഡാൻസ് അക്കാദമി ഡയറക്ടറുമായ RLB ഷൈമയുടെയും മകളാണ്. നൃത്തത്തിൽ അമ്മ തന്നെയാണ് ഋതികയുടെ ഗുരു. പെരുമ്പിലാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഋതിക ജ്യോതിഷ്. മാതാവും പരിശീലകയുമായ ഷൈമ ജ്യോതിഷ് കുമാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സംസ്ഥാന തലങ്ങളിലെ നൃത്ത മത്സര വിജയിയും മുൻ കലാതിലകവുമാണ്. ബണ്ടുവരമ്പിന്റെ അപര്യാപ്തത മൂലം 2 വർഷം തരിച്ചിട്ട കാട്ടകാമ്പാൽ വാവേക്കർ കോൾപ്പടവിൽ ഇത്തവണ കൃഷിയിറക്കി. KLDCയുടെ നേതൃത്വത്തിൽ പാടശേഖരത്തിന് സമീപത്തെ ഒരു വശത്തെ ബണ്ട് മണ്ണിട്ട് ഉയർത്തിയിരുന്നു. എന്നാൽ പൂർണ്ണമായും ബണ്ട് ഉയർത്താത്തതിനാൽ വരമ്പിൽ മണ്ണ് ചാക്കുകൾ നിരത്തിയാണ് കർഷകർ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നത്. പതിറ്റാണ്ടുകളായി തരിച്ചിട്ട 60 ഏക്കർ പാടത്ത് 2019 കർഷകർ കൃഷിയിറക്കിയിരുന്നു. എന്നാൽ ബണ്ടിന് ഉയരമില്ലാത്തതിനാൽ കർഷകർ താൽക്കാലിക വരമ്പ് നിർമ്മിച്ചാണ് അന്ന് കൃഷിയിറക്കിയത്. അടുത്ത വർഷവും കൃഷിയിറക്കിയെങ്കിലും വേനൽ മഴയിൽ കൃഷി നശിച്ചു. വരമ്പ് നിർമ്മിക്കാനുള്ള കഷ്ടപ്പാടിനൊപ്പം കൃഷിനഷ്ടവും കൂടിയായതോടെ ബണ്ട് ഉയർത്താതെ കൃഷി ചെയ്യുന്നില്ലെന്ന് കർഷകർ തീരുമാനിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ KLDCയുടെ നേതൃത്വത്തിൽ ബണ്ട് മണ്ണിട്ട് ഉയർത്തി. കോൾപ്പടവിന് മോട്ടോർ പുരയും നിർമ്മിച്ചു നൽകി. എന്നാൽ 1/2 കിലോമീറ്ററോളം ബണ്ട് ഉയർത്താത്തതിനാൽ ഇവിടെ മണ്ണ് ചാക്കുകൾ നിരത്തിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. പലയിടത്തും ബണ്ട് ഇടിയുന്നതിനാൽ തെങ്ങുകുറ്റികൾ ഉറപ്പിച്ച് ബലപ്പെടുത്തേണ്ടതുണ്ടെന്ന് പടവ് പ്രസിഡന്റ് ഇനീഷ്യൻ, സെക്രട്ടറി KM അൻവർ എന്നിവർ പറഞ്ഞു. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമുക്ക് ബണ്ട് വേണ്ടത്തക്ക രീതിയിൽ ബലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വർഷമാണ് നമ്മൾ ബണ്ട് ബലപ്പെട്ട് കിട്ടിയത്. KLDC മണ്ണ് കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ണടിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് പ്രാവശ്യം കൃഷി ഇറക്കാൻ കഴിഞ്ഞു. ഈ പുതുതായി മണ്ണ് അടിച്ചത് പുതുമണ്ണായതിൻ്റെ പേരിൽ തോട്ടിൽ 100 അടി തോട്ടിൽ വെള്ളം കൂടുതലായതിൻ്റെ പേരിൽ അതെല്ലാം വെച്ച് നമ്മൾ ഇത്രയും കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ബണ്ട് ഉയർത്തൽ പൂർത്തിയാക്കുകയും കോൾപ്പടവിന് സ്വന്തമായി മോട്ടോർ അനുവദിക്കുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പഴഞ്ഞി മാർ ഡയോണീഷ്യസ് കോളേജ് NCC SSD യൂണിറ്റിന്റെയും തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെ കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 50ഓളം വിദ്യാർത്ഥികളും കോളേജ് ജീവനക്കാരും രക്തദാനം നടത്തി. രക്തദാനം ചെയ്തവർക്ക് ബാഗും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മുഹമ്മദ് ഷാഫി, CM കെയർ ടേക്കർ ഡോക്ടർ ബെൻസൺ എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ ജില്ലാ കലോത്സവം മിഴിവ് വെള്ളി ശനി ദിവസങ്ങളിൽ ചാവക്കാട് തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 15 രാവിലെ 9:30 റിട്ടയേർഡ് DGP ഡോക്ടർ ജേക്കബ് തോമസ് IPS കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം ഹേമാവതി ദീപ പ്രോജ്വലനം നടത്തും. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. BVN സംസ്ഥാന ഉപാധ്യക്ഷൻ M വേണുഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തും. 26 വിദ്യാലയങ്ങളിൽ നിന്ന് 1300ഓളം വിദ്യാർത്ഥികൾ 116 ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. സ്റ്റേജിതര മത്സരങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പ്രിയ മധു, പ്രോഗ്രാം കൺവീനർ NA അഞ്ജു, സ്വാഗത സംഘം കൺവീനർമാരായ സജീവ് കുമാർ, അൽമോൻ മോത്തി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല ദിനത്തിലെ വിശേഷാൽ അവിൽ നിവേദ്യം ഷീട്ടാക്കൽ തുടങ്ങി. കുചേലൻ എന്നറിയപ്പെടുന്ന സുദാമാവ് സതീർത്ഥ്യനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപുതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയ്ക്കായാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേലദിനമായി ആഘോഷിക്കുന്നത്. ഈ മാസം 20-നാണ് കുചേലദിനം. കുചേലദിനത്തിൽ അവിൽ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർക്ക് ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൌണ്ടറിലൂടെയും 17 വൈകിട്ട് 4 വരെ അവിൽ ഷീട്ടാക്കാനാകും. അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ 19 വൈകിട്ട് 5 മുതൽ ക്ഷേത്രം ടിക്കറ്റ് കൌണ്ടറിലൂടെ വിതരണം ചെയ്യും. 21 രൂപയാണ് നിരക്ക്. ഒരാൾക്ക് പരമാവധി 3 ഷീട്ട് മാത്രമാണ് നൽകുക. നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയിൽ കുഴച്ച അവിൽ പന്തിരടി പൂജയ്ക്കും അത്താഴപൂജയ്ക്കുമാണ് ഗുരുവായൂരപ്പന് നിവേദിക്കുക. അവിൽ, പഴം, ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് നിവേദിക്കാനുമാകും. കുചേല ദിനത്തിന്റെ ഭാഗമായി കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കഥകളി ഗായകർ കുചേലവൃത്തം പദങ്ങൾ ആലപിക്കും. രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും അരങ്ങേറും. CCTV ന്യൂസ്, ഗുരുവായൂർ. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജീമോൻ P. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി പൌലോസ് സമ്മാന വിതരണം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപകൻ G. ജോർജ്, പള്ളി ട്രസ്റ്റി സന്തോഷ് ജെയിംസ്, MPTA പ്രസിഡന്റ് ജൂബി സജി, അധ്യാപകരായ ഫെമി വർഗീസ്, സിംന സണ്ണി, നിസ വർഗീസ്, ജിൻസി P. ജോസ്, സിസി KT എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ പ്രച്ഛന്നവേഷം, ആക്ഷൻ സോങ്, കവിത, പ്രസംഗം, കളറിംഗ്, ലളിതഗാനം, സ്മാർട്ട് കിഡ് തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി.
വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. പുന്നേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കുടുംബ സംഗമവും നടത്തി. കാരുണ്യം ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സംഗമത്തിൽ കൂട്ടായ്മ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടത്തിയ ലൈവ് സെക്ഷനിൽ ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ മുഫീദ ക്ലാസ് എടുത്തു. മെഡിക്കൽ ക്യാമ്പിൽ പ്രശസ്ത ഹോമിയോ ഡോക്ടർമാരായ ജമാലുദ്ദീൻ, ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ച് മരുന്ന് വിതരണം ചെയ്തു. 100-ലധികം കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കാരുണ്യം വനിതാ വിംഗ് പ്രസിഡന്റ് സെഫിയ കുഞ്ഞു മുഹമ്മദ്, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ഉമൈബ, മനാഫ് വീട്ടിലയിൽ, അബൂബക്കർ പാറയിൽ എന്നിവർ സംസാരിച്ചു. കാരുണ്യം ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് പണ്ടോത്തയിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. പഴഞ്ഞി ജെറൂസലേം കനറ ബാങ്ക് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലെ ഭരണം ബിജെപിയുടെ നേതൃത്വത്തിലായതിനാൽ പല പദ്ധതികളും രാഷ്ട്രീയ വേർതിരിവിന്റെ പേരിൽ ഇടതും വലതും മുന്നണികൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കാത്തത് സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് പ്രദീപ് കൂനത്ത് പറഞ്ഞു. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകളെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കാണാൻ പാടില്ല, പ്രധാനമന്ത്രിയുടെ പിക്ചർ കാണാൻ പാടില്ല, കേന്ദ്ര പദ്ധതിയാണെന്ന് പറയാൻ പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള ഈ പ്രവർത്തനം ഇവിടത്തെ കാട്ടകാമ്പ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അവജ്ഞ. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും കുറച്ചും കൂടി ഇത്രയെങ്കിലും ആൾക്കാരെ എത്തിയത്. കാരണം അവര് പോലും പേടിച്ചിട്ട് പരിപാടികൾ, കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടി നടത്തേണ്ട ഗതിയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളിലെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യം, വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൾക്ക് അനുവദിക്കപ്പെട്ട ബാങ്ക് വായ്പകളുടെ വിതരണം, കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗം പരിചയപ്പെടുത്തൽ, ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ പുതിയ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്യൽ, കലാപരിപാടികൾ എന്നിവ യാത്രയുടെ ഭാഗമായി നടന്നു. ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സാവിത്രി വേലായുധൻ, ഉദയകുമാർ അരുവായി, മണ്ണുത്തി കൃഷി വിജ്ഞാൻ കേന്ദ്ര അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമ്പിളി ജോൺ, പോസ്റ്റൽ ഇൻസ്പെക്ടർ KS പ്രശാന്ത്, FCI മാനേജർ സജിത് കുമാർ, FSCT പ്രതിനിധി മഞ്ജു, കനറ ബാങ്ക് റീജിയണൽ മാനേജർ വിദ്യാസാഗർ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ദിനത്തിന്റെ ഭാഗമായി അൻസാർ ആശുപത്രി സൌജന്യമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു. അൻസാർ ആശുപത്രി CEO M. അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. പ്രാഥമിക ചികിത്സ എന്ന വിഷയത്തിൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് സാലിജ വാവക്കുഞ്ഞ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആശുപത്രി അഡ്മിൻ മാനേജർ EM മുഹമ്മദ് അമീൻ നന്ദി പറഞ്ഞു. മാർക്കറ്റിംഗ് മാനേജർ വസീം മുഹത്തസിം, ഫാർമസി മാനേജർ റഹു ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. പുലരി വട്ടമാവ്, GCC ചാലിശ്ശേരി, സ്പോർട്ടീവ് അക്കാദമി കടവല്ലൂർ, ഗാലപ്പ് പാവിട്ടുപുറം, നവധാര മൂക്കുതല, നവരശ്മി കാഞ്ഞൂർ, ES എടപ്പാൾ, ബ്രദേഴ്സ് കോക്കൂർ, യൂത്ത്സ് പുന്നേർകുളം, വാരിയേഴ്സ് പുന്നൂക്കാവ, സിറ്റി കല്ലുംപുറം, PFI പെരുമണ്ണൂർ, മഹാത്മാ സാംസ്കാരിക വേദി കരിക്കാട് എന്നീ ക്ലബ്ബ് ഭാരവാഹികൾ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഏറ്റുവാങ്ങി. CPM നേതാവും മത്സ്യഫെഡ് ഡയറക്ടറുമായിരുന്ന K. അഹമ്മദിന്റെ 19ാമത് ദിനാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തിരുവത്ര പുതിയറയിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗവും ഗുരുവായൂർ MLA NK അക്ബർ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ KK മുബാറക് എന്നിവർ സംസാരിച്ചു. CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം സ്വാഗതവും മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ നന്ദിയും പറഞ്ഞു. മണത്തല കാണക്കോട്ട് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയറയിൽ സമാപിച്ചു. പ്രകടനത്തിന് TM ഹനീഫ, KV ശശി, KR ആനന്ദൻ, PP രണദേവ്, മഞ്ജുഷ സുരേഷ്, പ്രസന്ന രണദേവ് എന്നിവർ നേതൃത്വം നൽകി. LLB പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വെള്ളാറ്റഞ്ഞൂർ സ്വദേശി അഞ്ജിത കൃഷ്ണയെ NSS വെള്ളാറ്റഞ്ഞൂർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. വെള്ളാറ്റഞ്ഞൂർ സ്വദേശിയും കരയോഗം വൈസ് പ്രസിഡന്റുമായ അമ്മാത്ത് ഉണ്ണികൃഷ്ണൻ ജ്യോതിലക്ഷ്മി ദമ്പതികളുടെ മകൾ അഞ്ജിത കൃഷ്ണയാണ് LLB പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത്. അഞ്ജിതയെ കരയോഗം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് അഭിനന്ദിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖല ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് പുന്നേർകുളം ആൽത്തറയിൽ തുടക്കമായി.
പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന ശീർഷകത്തിലാണ് ഗ്രാമശാസ്ത്ര ജാഥ നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ആൽത്തറ സെന്ററിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ.കെ. നിഷാർ മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി ബേബി സമീർ സ്വാഗതവും അസ്ലം നന്ദിയും പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ല ഇറക്കിയ ലഘുലേഖ വിതരണ ഉദ്ഘാടനവും ഉണ്ടായി. തൃശൂർ ജില്ലാ ടീം അഖിലേഷ് തയ്യൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന തെരുവു നാടകവും അരങ്ങേറി. 2 ദിവസങ്ങളിലായാണ് ഗ്രാമശാസ്ത്ര ജാഥ ചാവക്കാട് മേഖലയിൽ പര്യടനം നടത്തുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ചാവക്കാട് ബീച്ചിൽ വെച്ചാണ് മേഖലാ സമാപനം. വിവിധ സ്വീകരണ ഇടങ്ങളിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായ സെക്രട്ടറി സിന്ധു ശിവദാസ്, പ്രസിഡന്റ് മോഹൻ ബാബു, അനിത ശ്രീകുമാർ, എം കേശവൻ, ബി ആന്റണി തുടങ്ങി യൂണിറ്റ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം. ചാവക്കാട് എടക്കഴിയൂർ മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുവളപ്പിൽ നിന്ന് അണലിയെ പിടികൂടി. എടക്കര ഫൈസലിന്റെ വീട്ടിൽ നിന്നാണ് അണലിയെ പിടികൂടിയത്. വീടിന്റെ പിൻവശത്ത് നിന്ന് വിറകെടുക്കാനായി പോയപ്പോഴാണ് വീട്ടുകാർ അണലിയെ കണ്ടത്. തുടർന്ന് സ്നേക് ക്യാച്ചർ ബീരാൻകുട്ടിയെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പിന്നീട് എരുമപ്പെട്ടി വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. ഡിസംബർ 14, 15, 16, 17 തീയതികളിൽ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളം നഗരത്തിൽ സ്വീകരണം നൽകി. പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിലെ ടാക്സി പാർക്കിൽ നൽകിയ സ്വീകരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മീര അണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ OS മണിരത്നൻ, യൂണിറ്റ് പ്രസിഡന്റ് റോയ്, സെക്രട്ടറി വിശാൽ, ട്രഷറർ യേശുദാസ്, വൈസ് പ്രസിഡന്റ് ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. വിപണി. നാടൻ രുചിയുടെ പെരുമയുമായി പാറേമ്പാടത്ത് A1 ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. പാറേമ്പാടം തോലത്ത് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച A1 ചിപ്സ് ആൻഡ് ബേക്കേഴ്സിന്റെ ഉദ്ഘാടനം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക് നിർവഹിച്ചു. ഷാജു PK ആദ്യ വിൽപ്പന നിർവഹിച്ചു. തോലത്ത് ആർക്കേഡ് ഉടമ റിജി ഏറ്റുവാങ്ങി. ബേക്കറി ഉടമ അഖിൽ ഷാജു, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തനിനാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന ചിപ്സ് ഉൾപ്പെടെ നാടൻ രുചിയുടെ വൈവിധ്യലോകമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് A1 ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് ഉടമ അഖിൽ ഷാജു പറഞ്ഞു. എല്ലാവിധ ബേക്കറി ഉൽപ്പന്നങ്ങളും കേക്കുകളും ഗുണനിലവാരത്തോടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ വിലാസം A1 ചിപ്സ് ആൻഡ് ബേക്കേഴ്സ്, തോലത്ത് ബിൽഡിംഗ്, വടാശ്ശേരി ട്രേഡേഴ്സിന് എതിർവശം, പാറേമ്പാടം. ഫോൺ 7306375075 9846913394. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ R. യൂസഫ് രചിച്ച മനുഷ്യാവകാശം, അംഗീകാരവും തിരസ്കാരവും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച നടത്തി. ഷക്കീർ മുല്ലക്കര മോഡറേറ്ററായ ചർച്ചയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ റഫീഖ് പട്ടേരി നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഷാജി മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് റെക്കോർഡ് ജേതാവ് സത്താർ ആദൂർ, സലീം മുഹമ്മദ്, അബൂബക്കർ കല്ലുംപുറം, സുധീർ പെരുമ്പിലാവ് എന്നിവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഷഹീദ് പാലിയത്ത് സ്വാഗതവും ജമാഅത്തെ ഇസ്ലാമി PR മീഡിയ സെക്രട്ടറി മുജീബ് പട്ടേൽ നന്ദിയും പറഞ്ഞു. ഏരിയ സമിതി അംഗങ്ങളായ MH റഫീഖ്, MA കമറുദ്ദീൻ, ഷെബീർ അസൻ, ആസിയ അനീസ്, സെറീന നജീബ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5625 രൂപ, പവന് 45,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം. കുട്ടഞ്ചേരി ചീനിക്കുണ്ടിൽ പരേതനായ ശിവരാമൻ ഭാര്യ തങ്ക നിര്യാതയായി 78 വയസ്സായിരുന്നു. സുരേഷ്, മിനി, സുഷിത എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു.
ഗുരുവായൂർ താമരയൂർ കൂർക്കപ്പറമ്പിൽ ഉദയൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8-ന് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. റിട്ടയേർഡ് അധ്യാപിക ഷീലയാണ് ഭാര്യ. നിതിൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം അവശേഷിക്കുന്ന ജോലികൾ വ്യാഴാഴ്ച തുടങ്ങാൻ തീരുമാനിച്ചു. NK അക്ബർ MLA യുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് അന്വേഷണം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ടാറ്റോ സുമോ ഇലക്ട്രിക് പോസ്റ്റിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ച അപകടം. സംഭവം കുന്നംകുളം നഗരസഭ ലൈബ്രറി ഹാളിന് സമീപത്തുള്ള റോഡിൽ. ആക്സിലേറ്ററിൽ ചെരുപ്പ് കുടുങ്ങിയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ഡ്രൈവർ. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർത്തോമ നസ്രാണി എക്യൂമെനിക്കൽ സംഗമം സംഘടിപ്പിക്കുന്നു. സംഗമം ഡിസംബർ 17 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.